പാഠം 999. ഒരൊറ്റ ദിവസം ബാക്കി. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനക്കയറ്റത്തിലുള്ള പട്ടിക തയ്യാറാവുന്നു. വഴിവിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് റവന്യൂ മന്ത്രി. ഈശ്വര, 1.5 കൊല്ലമായി ഞാൻ ഈ പ്രൊമോഷൻ കാത്തിരിക്കുന്നു. ഇത്തവണ ശരിയായ മതിയായിരുന്നു. ഇത് കണ്ടോ മാമേ, റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാവുന്നു. വഴിവിട്ടുള്ള ഒരു ഇടപാട് നടക്കില്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പ്രൊമോഷൻ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാ. അത് വരട്ടെ. ഇങ്ങനെ തിരക്കൂട്ടുന്നല്ല എല്ലാ പ്രശ്നവും. എന്തായാലും അർഹതയുള്ളവർക്കാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അതെന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെന്താ പേടിക്കാനുള്ളത്? ഭമേ, ഇക്കൊല്ലം ഡെപ്യൂട്ടി തഹസിൽദാരായാൽ അടുത്ത 4-5 കൊല്ലം കൊണ്ട് കെ മോഹനകൃഷ്ണൻ സാർ തഹസിൽദാരാവും. പ്രൊമോഷൻ വൈകിയാൽ ഭാവിയിൽ അവസരങ്ങൾ കുറയും. ഈ കണക്കൂട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യം ഒന്ന് ഡെപ്യൂട്ടി തഹസിൽദാരാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തഹസിൽദാരാവുന്ന കാര്യം ആലോചിക്കാം. ഹലോ, ഇത് കെ മോഹനകൃഷ്ണൻ സാറിന്റെ നമ്പർ അല്ലേ? അതെ. സാറുണ്ടോ? ആ ഉണ്ട്, ഒരു മിനിറ്റ്. മോനേട്ടാ, ഫോൺ. ഞാൻ ചോദിച്ചില്ല, മോഹനോട്ടുണ്ടോന്ന് ചോദിച്ചു. ഇതാ പിടിക്ക്. ഹലോ സർ, എന്റെ പേര് ശങ്കർ. ഞാൻ ടൗണിലെ കൊറിയർ കമ്പനിന്നാ വിളിക്കുന്നേ. സാറിന്റെ അഡ്രസ്സില് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. പാഴ്സലോ? എന്ത് പാഴ്സൽ? അറിയില്ല സർ. അയച്ച ആളുടെ അഡ്രസ്സും അതിലില്ല. സാറിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും മാത്രമേ അതിലുള്ളൂ. ഞാൻ ആ ഭാഗത്തൂടെ ഒരു 10 മണിയാകുമ്പോ വരും. സാർ അപ്പൊ അവിടെ കാണോ? ഇല്ല, കൃത്യം 9:38 ഞാൻ ഇവിടുന്ന് പുറപ്പെടും ആഫീസിലേക്ക്. ഏത് ഓഫീസാണ് സർ? വില്ലേജ് ഓഫീസിലേക്ക്. ഞാനിവിടെ വില്ലേജ് ഓഫീസറെന്ന് അറിയില്ലേ? എന്നാ ഞാൻ ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വരാം സർ. ഉച്ച കഴിഞ്ഞ് ഓഫീസർ ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് കൃത്യം 5:20 ആവുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് 5:20 കഴിഞ്ഞ്. ഞാൻ വരാം സർ. താങ്ക് യു. ആയിക്കോട്ടെ. എന്താ മോനേട്ടാ പാഴ്സലിന്റെ കാര്യമൊക്കെ പറഞ്ഞോട്ടെ? ടൗണിലെ കൊറിയർ കമ്പനി ഒരാളെ വിളിച്ചത്. എനിക്കെന്തോ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന്. എന്ത് പാഴ്സല്? അതവർക്കറിയില്ല. അയച്ചതാരാണെന്ന് എഴുതിയിട്ടില്ല. എനിക്കിപ്പോ ആരാ പാഴ്സൽ അയക്കാൻ? ആഫീസുകാരും വല്ലതും ആയിരിക്കും. അല്ലാതെ എന്ത് പാഴ്സൽ വരാനാ? ആഫീസ് കാര്യത്തിലുള്ള പാഴ്സൽ ആഫീസിലേക്കാണ് അയക്കേണ്ടത്, അല്ലാതെ ആഫീസറുടെ വീട്ടിലേക്കാണോ? ബാലുവിന്റെ പാഴ്സൽ. ബാലുവിന്റെ പാഴ്സൽ. സംഗതി പിടികിട്ടി. എന്ത്? എനിക്ക് വരുന്ന പാഴ്സൽ എന്താണ് എന്ന് പിടികിട്ടി. എന്താ? എന്റെ ചില പരിചയക്കാരെയും സുഹൃത്തുക്കളെയും നിനക്ക് തീരെ വിലയില്ലല്ലോ. ആ കളി ഇത്തവണ ഞാൻ മാറ്റിത്തരും. ഓ, അതെന്താണ് ഇപ്പൊ അങ്ങനെ ഒരു ഭീഷണി? ഡൽഹിയിലുള്ള എന്റെ കൂട്ടുകാരൻ ബാലു ഒരു 3 മാസം മുമ്പേ ഇവിടെ വന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് അവൻ പോയി കഴിഞ്ഞപ്പോ നീ എന്നെ കുറെ കളിയാക്കിയതാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കളിയാക്കിയായിരുന്നോ? വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് കൂട്ടുകാരനെ കാണാൻ വന്നിട്ട് ബാലു കയ്യും വീശിയാണ് വന്നത്. എനിക്കൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാണ് നീ കളിയാക്കിയത്. ഞാൻ അത് മറന്നിട്ടേയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതൊരു സത്യമല്ലേ? കോളേജിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കാണുന്നത് അന്നാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരനെ കാണാൻ വരുമ്പോ ഒരു മുട്ടായി പോലും വാങ്ങിച്ചുകൊണ്ട് വരാത്ത കൂട്ടുകാരൻ എന്തോന്ന് കൂട്ടുകാരനാ? ഞാൻ മിഠായി കഴിക്കാറില്ല, അറിയാം. വേറെന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ? പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ കൊണ്ടുപോയതുപോലെ കുറച്ച് അവലായിരുന്നാലും മതിയായിരുന്നു. ഭാമേ,
എന്ത്? മറ്റുള്ളവരെ പോലെ ചിന്തിക്കുന്ന വെറും സാധാരണക്കാരനല്ല കെ മോഹനകൃഷ്ണൻ എന്ന് ബാലുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടുവരുന്ന പോലെ മിഠായിയോ മദ്യമോ ഷർട്ടോ ഒന്നും ബാലു എനിക്ക് വാങ്ങിക്കൊണ്ടുവരില്ല. പക്ഷേ പോകാൻ നേരം അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാമോ? അടുത്ത മാസം സബർമതിയിലെ ഗാന്ധിജിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നുണ്ടെന്നും അവിടെ നിന്ന് ഞാൻ വായിക്കാതെ ഏതെങ്കിലും പുസ്തകം കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചയക്കാമെന്നും. അവൻ സബർമതിയിൽ പോയി ഏതോ മനോഹരമായ പുസ്തകവും കിട്ടി. അതാണ് പാഴ്സൽ അയച്ചിരിക്കുന്നത്. ഇനി ബാലു എനിക്കൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് നിനക്ക് കളിയാക്കാൻ പറ്റില്ലല്ലോ. സബർമതി നല്ല പുസ്തകമെല്ലാം കിട്ടും. എന്ത് പറയാനാണ്, കഷ്ടം തന്നെ. പുസ്തകം വാങ്ങി പാഴ്സൽ അയച്ചിരിക്കുന്നു. എന്തായാലും മെനക്കെടുന്നുണ്ട്. എങ്കിൽ പിന്നെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൂട്ടുകാരന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത് പറയാനാണ്? അയ്യോ, ഞാനത് മറന്നു പോലോ. മോനട്ടാ, മോഹനായിട്ടൊരു കൂട്ടുകാരൻ ബാലു അയച്ച പുസ്തകമൊന്നുമല്ല പാഴ്സലുള്ളത്. അത് എനിക്കുള്ള പാഴ്സലാ. ആ, ബാംഗ്ലൂരിൽ നിന്ന് സുഹാസിനി അയച്ചതാവും. എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച സുഹാസിനി. അവള് ഭർത്താവിന്റെ കൂടെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്നേ. 2 ആഴ്ച മുന്നേ അവള് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിരുന്നു എനിക്കൊരു സമ്മാനം അയക്കുന്നുണ്ടെന്ന്. നിനക്ക് സമ്മാനം അയക്കേണ്ടത് നിന്റെ പേരിലല്ലേ? ഇന്ന് പാഴ്സൽ വന്നിരിക്കുന്നത് എന്റെ പേരില. അതുകൊണ്ടാണ് കൊറിയർ കമ്പനിക്കാർ എന്നെ തന്നെ വിളിച്ചത്. അയ്യോ, അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സമ്മാനം ഏത് അഡ്രസ്സിൽ അയക്കണമെന്ന് സുഹാസിനി ചോദിച്ചപ്പോ ഞാൻ മോഹനേട്ടന്റെ അഡ്രസ് അല്ലേ കൊടുത്തത്. മോഹനേട്ടന്റെ പേര് പറഞ്ഞ പാഴ്സൽ കമ്പനിക്കാർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അതായത് ഈ നാട്ടിൽ നിന്നേക്കാൾ വളരെയധികം പ്രശസ്തൻ ഞാനാണ് എന്ന് നീ സമ്മതിച്ചു കഴിഞ്ഞു. അതിപ്പോ വില്ലേജ് ഓഫീസർ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആരായാലും പെട്ടെന്ന് കാണിച്ചു കൊടുക്കൂല്ലോ. എന്തായാലും സുഹാസിനി പറഞ്ഞ വാക്ക് പാലിച്ചു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു പുതിയ മൊബൈൽ ഫോൺ ആയിരിക്കും. സത്യമായിട്ടും കഴിഞ്ഞ തവണ കണ്ടപ്പോ അവൾ എന്നോട് ചോദിച്ചതാണ് ഈ പഴഞ്ച മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വാങ്ങിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞു മോഹനോട് സമ്മതിക്കാത്തോണ്ടാണെന്ന്. അപ്പൊ അവള് പറഞ്ഞതാണ് ആ പ്രശ്നം അവള് പരിഹരിച്ചരാന്ന്. ഈ പാഴ്സൽ ആ ഫോൺ തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. നീ പറയുന്നല്ലേ? എന്റെ ഊഹം ഒരു കാരണവശാലും തെറ്റില്ല. പിന്നെ ആ പാഴ്സലിൽ എന്റെ പ്രിയ കൂട്ടുകാരൻ ബാലു എനിക്ക് അയച്ച പുസ്തകങ്ങളാവും. കാശ് മുടക്കാതെ ഒരു പുതിയ ഫോൺ കിട്ടുമെന്ന് ഓർത്ത് വെറുതെ സ്വപ്നം കാണല്ലേ ഭാമേ? അത് ഫോണാണ്. ഷർട്ട് കൊണ്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അതിട്ടുകൊണ്ട് വന്നിട്ട് കഴിക്കാൻ എടുത്തരാം. പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഞാൻ ഒരു ഉഗ്രം കോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടാ വക്കീൽ ഞെട്ടും. വല്ല ബോംബ് കേസ് വേണോ? ബോംബ് കേസൊന്നും അല്ലെന്നേ. നമ്മുടെ PWDയിലെ ജോസഫ് സാറിന്റെ കേസാ. സാറും അയൽവക്കത്ത് താമസിക്കുന്ന ചന്ദ്രൻകുട്ടിയും തമ്മിലുള്ള അതിർത്തി തർക്കം തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇത്രയും കാലം ചീത്ത വിളിയും പോലീസ് കേസുമായിട്ടൊക്കെ കാര്യം ഇങ്ങനെ മുമ്പോട്ട് പോയി. പക്ഷെ ഇപ്പൊ കഥ മാറി. ചന്ദ്രൻകുട്ടി ജോസഫ് സാറിനെതിരായി കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ ജോസഫ് സാർ എന്ത് തീരുമാനിച്ചു? ആദ്യം അങ്ങോട്ട് കേസ് കൊടുക്കാം എന്ന്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് പറയാണ്, ഉത്തമ, നമ്മുടെ കെ മോഹനേട് സാറിന്റെ ഭാര്യ പേര് കേട്ട വക്കീലല്ലേ, അവർക്ക് കേസ് ഏൽപ്പിച്ചാലോ എന്ന്. ശ്രീമാൻ ജോസഫ് സാറിന് എന്നോട് വലിയ ബഹുമാനം. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? നിനക്ക് കിട്ടുന്ന പല കേസുകളും മിക്കവാറും എല്ലാ കേസുകളും ഞാൻ ഒരാളുള്ളതുകൊണ്ട് കിട്ടുന്നതാണെന്ന്. പിന്നെ വക്കീലേ, ജോസഫ് സാറിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് തരാം. ഒന്ന് വിളിക്കണേ. എന്തിന് എന്തിന് ഇവിടെ വിളിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ വിളിച്ചാൽ ജോസഫ് സാർ ഒരു പക്ഷേ അവൾക്ക് കേസ് കൊടുത്തിരിക്കും. പക്ഷെ ഞാൻ വിളിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥയോ? എന്ത് വ്യവസ്ഥ സാറേ? വെറുതെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തർക്കിക്കാൻ വരുന്ന പരിപാടി ഇവൾ നിർത്തണം. എന്നോട് കുറച്ചും കൂടി ബഹുമാനം കാണിക്കണം. അയ്യ, അതിപ്പോ സാറ് പറയേണ്ട കാര്യമില്ലല്ലോ. വക്കീൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലേ വക്കീലേ? ഇപ്പത്തെ പ്രശ്നം എന്താണ്? ജോസഫ് സാറും ചന്ദ്രൻകുട്ടിയും തമ്മിൽ അതിർത്തി തർക്കം. ചന്ദ്രൻകുട്ടി കേസ് കൊടുത്തേക്കുമെന്ന് കരുതി ജോസഫ് സാറ് ആദ്യം കേസ് കൊടുക്കുന്നു. ശരിയല്ലേ? ചന്ദ്രൻകുട്ടി കേസ് കൊടുത്തേക്കും എന്നല്ല, കേസ് കൊടുത്തു കഴിഞ്ഞു. ചന്ദ്രൻകുട്ടിയുടെ വക്കീൽ ഞാനാണ്, ഈ അഡ്വക്കേറ്റ് സത്യഭാമ.
ഒരു വക്കീലിന് രണ്ട് കക്ഷികളുടെ കേസ് വാദിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ ഈ നിൽക്കുന്ന സാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ട കാര്യവും എനിക്കില്ല. ഉണ്ടോ? ഇല്ല. ഒത്താൻ പറ്റുമെങ്കിൽ എനിക്ക് വേറൊരു സഹായം ചെയ്യണം. കൊറിയർ കമ്പനിയുടെ ഓഫീസിൽ എനിക്കൊരു പാഴ്സൽ വന്നിരിപ്പുണ്ട്. പോയി അതൊന്നിങ്ങ് വാങ്ങി വരണം. ശരി ശരി, വാങ്ങിച്ചോണ്ട് വരാം. വക്കീലൊന്ന് വിളിച്ച് പറഞ്ഞാ മതി. വക്കീല് വിളിച്ചു പറഞ്ഞാൽ കിട്ടണക്ക് തന്നെ. എന്ത്? എന്റെ വിലാസത്തിൽ വന്നൊരു പാഴ്സൽ ഞാൻ അറിയാതെ വേറൊരാൾക്ക് കൊടുത്താൽ കൊറിയർ കമ്പനിക്കാരൻ വിവരം അറിയും. അതെനിക്ക് വന്ന പാഴ്സലാ. അതിൽ നിറയെ പുസ്തകങ്ങളാണ്. അതോട് വാങ്ങേണ്ട കാര്യം എന്താ? പുസ്തകം എന്ത് പുസ്തകമാണ് വക്കീലേ? ഒരു പുസ്തകമല്ല ഉത്തമ. എന്റെ കൂട്ടുകാരി സുഹാസിനി എനിക്ക് അയച്ച മൊബൈൽ ഫോണാണ് അതില്. സംഭവം അറിഞ്ഞപ്പോ മുതല് വില്ലേജ് ഓഫീസർക്ക് അതങ്ങ് സഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഉത്തമനോട് പാഴ്സൽ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. അയ്യോ, വക്കീലിന് പുതിയ ഫോൺ കിട്ടാൻ പോണല്ലേ? ചെലവുണ്ട്. ഫോണൊന്ന് കൈ കിട്ടിക്കോട്ടെ ഉത്തമ. ചെലവ് പിന്നെ ഞാൻ ചെയ്യാതിരിക്കോ? ശരി. അപ്പൊ ഉത്തമൻ ചെല്ല. പുതിയ ഫോൺ കാണണമെങ്കിൽ വൈകിട്ട് 6-6:30 ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നാ മതി. ശരി ശരി. ഇങ്ങനെ ഫോണൊക്കെ അയച്ചിടുന്ന കൂട്ടുകാരോട് പണ്ടേ കമ്പനി അടിക്കേണ്ടതായിരുന്നു. അതെ, എന്തായാലും അത് എനിക്ക് വന്ന മൊബൈൽ ഫോണാണ്. അപ്പൊ പിന്നെ വൈകുന്നേരം മോഹനേട്ടൻ ആഫീസിൽ നിന്ന് വരുന്നവരെ അത് അവരുടെ കയ്യിൽ ഇരിക്കേണ്ട കാര്യം എന്താണ്? മോഹനേട്ടൻ അവരുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവിടെ പോയി വാങ്ങിച്ചോളാം. എന്ത് സ്വപ്നം കാണുന്നത് ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനൊക്കെ ഒരു മര്യാദയും പരിധിയുണ്ട്. എന്റെ വിലാസത്തിൽ ഇന്ന് കൊറിയർ ഓഫീസിൽ വന്നിരിക്കുന്ന പാഴ്സൽ എന്റെ പ്രിയ കൂട്ടുകാരൻ ബാലു അയച്ചാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. അങ്ങനെയായിരുന്നെങ്കിൽ ആ കാര്യം ബാലു മോഹനേട്ടനെ വിളിച്ച് പറയില്ലായിരുന്നോ? ഇതുവരെ വിളിച്ചില്ലല്ലോ. നിനക്ക് സുഹാസിനി അയച്ച മൊബൈൽ ഫോൺ ആണെങ്കിൽ സുഹാസിനി നിന്നെ വിളിച്ചു പറയുമായിരുന്നല്ലോ. വിളിച്ചോ? ഇപ്പൊ പോയി കഴിക്കാൻ എടുത്ത് വെക്ക്. ഏതായാലും പാഴ്സൽ വന്നിരിക്കുന്നത് കെ മോഹനകൃഷ്ണൻ സാറിന്റെ പേരില. അപ്പൊ പിന്നെ അതോർത്ത് നീ വെറുതെ തലപോകിക്കണ്ട. കഴിക്കാനെടുത്ത് വെക്കുന്നുണ്ടോ ഇല്ലയോ? ഒരുപാട് അങ്ങ് ആളാവാ നിക്കല്ലേ. തിരിച്ചു പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ തൽക്കാലം എന്റെ മൊബൈൽ ഫോൺ മോഹനേട്ടന്റെ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാഞ്ഞിരി സാറേ. സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. എന്നാലും സോമശേഖരൻ സാറിനോട് ആർക്കാ ഇത്ര വിരോധം എന്നാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങേരെ ഒരു പാവമല്ലേ? എന്റെ കാഞ്ഞന സാറേ, ഇതാ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സോമശേഖര സാറിന് ശത്രുക്കൾ വേണമെന്നില്ലല്ലോ. എന്നാലും ഒരു വിരോധം ഇല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ ശശിപാലൻ ചേട്ടാ? സ്വയംപ്രഭേ. നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നാ മതിയോ? ജോലിയും ചെയ്യണ്ടേ? സാർ, ഞങ്ങള് ബ്ലോക്ക് ഓഫീസിൽ സോമശേഖര സാറിനെ പറ്റി അബദ്ധത്തെ പറ്റി പറയായിരുന്നു. സോമശേഖര സാറിന് എന്ത് പറ്റി? അപ്പൊ സാറ് സംഭവം അറിഞ്ഞില്ലേ? അറിയാത്തോണ്ടാണല്ലോ ചോദിച്ചത്. എന്റെ സാറേ, ഇന്നലെ സോമശേഖര സാറിന് ഒരു പാഴ്സൽ വന്നു. സാറ് കടലാസൊക്കെ ഒപ്പിട്ട് കൊടുത്തതാ. പാഴ്സൽ വാങ്ങി തുറന്നു നോക്കിയ ബും എന്നൊരു പടക്കവങ്ങ് പൊട്ടി. സാറിന്റെ കൈയും മുഖമൊക്കെ പൊള്ളിയെന്നാ പറയുന്നത്. എന്തായാലും ആള് ആശുപത്രിയില്ല. ശത്രുക്കൾ ആരാണ്ട് ചെയ്തെന്നാ പറയുന്നേ. എന്തായാലും ഇങ്ങനെയായ പേടിക്കണം സാർ. ഒരു പാഴ്സൽ വരുമ്പോ എന്ത് ധൈര്യത്തിൽ അത് വാങ്ങി തുറന്നു നോക്കുക? സോമശേഖര സാർ ഒരു സാധുവാ. അയാൾക്ക് ഒരു ശത്രു പോലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്റെ ബലമായ സംശയം ജാനകി ചേച്ചിയുടെ ശത്രുക്കൾ ആരെങ്കിലും ആണെന്നാ. ബാലു അയച്ചതല്ലേ? അവര് പഞ്ചായത്ത് മെമ്പറൊക്കെ ആണല്ലോ. അവരോട് വിരോധമുള്ള ആരോ ചെയ്തതായിരിക്കും. പാഴ്സൽ വരുമ്പോ സോമശേഖര സാർ വീട്ടിലില്ലെങ്കിൽ ജാനകി ചേച്ചി അത് വാങ്ങിച്ച് തുറന്നു നോക്കുമല്ലോ. എന്റെ ശിശുപാലൻ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ജാനകി ചേച്ചിയുടെ അഡ്രസ്സിൽ തന്നെ അയച്ചാ പോരെ?
അപ്പൊ ജാനകി ചേച്ചിയുടെ ശത്രുക്കളെ ആവും സംശയിക്കുക. ചിലപ്പോ ആള് കുടുങ്ങിയെന്നും വരും. ഇതാവുമ്പോ സോമശേഖര സാറിന്റെ ശത്രുക്കളെയല്ലേ അന്വേഷിക്കൂ. ഹലോ, ആ ഹലോ, ഞാനാ മോഹനകൃഷ്ണൻ. ആ, ഇതെന്റെ ഓഫീസിലെ നമ്പരാ. നീ എവിടെ? ഞാൻ മോഹനയുടെ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. താമസിച്ചാലൊന്ന് ചെറുതായിട്ട് പേടിച്ചു ഞാൻ. അല്ല, ആ കൊറിയർ കമ്പനിക്കാരനോട് മോഹനേട്ടൻ പറഞ്ഞത് 5:20 വരുമെന്നല്ലേ? അയാള് കൃത്യസമയത്ത് വരികയും മോഹനോട് വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? മോഹനേട്ടൻ ഇവിടെ കാണുന്നു പറഞ്ഞ സ്ഥിതിക്ക് മോഹനേട്ടൻ ഒപ്പിടാതെ അയാൾ എന്നെ സാധനം തരില്ലല്ലോ. എന്താണൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. പാഴ്സല് നിന്റെ ഫോണാണെന്നുള്ള ഉറപ്പിലുണ്ടോ? പിന്നെ എന്തോന്ന്, പുസ്തകോ? എന്റെ മോഹനേട്ടാ, പുസ്തകം ആയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എനിക്കും. ഞാൻ ബാലുവിനെ വിളിച്ചിരുന്നു. അവൻ പുസ്തകം വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് എനിക്കുള്ള മൊബൈൽ ഫോണെന്ന്. അല്ല, ഈ ഫോണാണോ എന്ന് നിനക്ക് സുഹാസിനെ വിളിച്ചു ചോദിച്ചിട്ടായിരുന്നു? സത്യം പറഞ്ഞ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു നോക്കിയിരുന്നു. പക്ഷെ അവളുടെ ഫോൺ ഓഫാണ്. കുറച്ച് മുന്നേ കൂടെ ഞാൻ വിളിച്ചു നോക്കിയതേ ഉള്ളൂ. അയ്യോ, അയാളായിരിക്കും. എന്റെ ഈശ്വര, എന്റെ ഫോൺ ആയിരിക്കണേ. ഈശ്വര, ബോംബായിരിക്കല്ലേ? ഗുഡ് ഈവനിങ് സർ. എന്റെ പേര് ശങ്കർ എന്നാ. രാവിലെ ഞാൻ വിളിച്ചിരുന്നു. മനസ്സിലായി. ഈ പാഴ്സലിനകത്ത് എന്താണെന്ന് അറിയാമോ? അയ്യോ സാറേ, അത് ഞാനെങ്ങനെ അറിയുന്നത്? തുറന്നു നോക്കാൻ ഞങ്ങൾക്ക് വകുപ്പില്ലല്ലോ. ഇങ്ങോട്ടും കൊടുത്താൽ മതി. അവിടെ കൊടുത്താൽ സാർ. എവിടെ? സാറ് ഇവിടെ ഒരു ഒപ്പിടണം സാർ. അപ്പൊ ശരി സാർ. ശരി. നിങ്ങൾ കൊടുക്കുന്ന പാഴ്സലിനകത്ത് സാധാരണ എന്താണ് എന്ന് പാഴ്സൽ കിട്ടിയാൽ പിന്നെ വിളിച്ച് പറയാറുണ്ടോ? ഇല്ല സാർ, പാഴ്സൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജോലി തീർന്നല്ലോ. അടിക്കുന്ന ജോലി. ശരി സാർ. എന്താ നോക്കിക്കുന്നേ? അത് അകത്തോട്ട് നോക്കി, അകത്തോട്ട് നോക്കി. 45-36. അയ്യോ, അങ്ങനെ ഒരു പുതിയ മൊബൈൽ ഫോണിന് വേണ്ടിയുള്ള എന്റെ കാത്തിരിപ്പ് ഇതോടെ അവസാനിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ അനുവാദം ചോദിച്ച് ഞാൻ മോഹനേട്ടനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മോനേട്ടാ, എനിക്ക് പുതിയ മൊബൈൽ ഫോൺ കിട്ടിയ സ്ഥിതിക്ക് എന്റെ പഴയ മൊബൈൽ ഫോൺ മോഹനേട്ടൻ വേണമെങ്കിൽ എടുത്തോ. അല്ല, മോഹനേട്ടൻ ഇതുവരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു പഴയ ഫോൺ ഉപയോഗിച്ച് കുറച്ചു കാലം കഴിയുമ്പോ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങാലോ. ഇനിയുള്ള കാലത്ത് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാ പ്രധാനമന്ത്രി പോലും പറഞ്ഞേക്കണേ. എന്താ ഇതിൽ നിന്റെ ഫോണാണെന്നുള്ളത് എന്താ ഉറപ്പ്? പിന്നെന്താണ്? എന്തുവാമല്ലോ. എന്തായാലും മോഹനേട്ടന്റെ ബാലു അയച്ച പുസ്തകമല്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. മോഹനേട്ടന് വേറെ ആരും ഒരു സാധനം അയക്കാനുമില്ല. അപ്പൊ പിന്നെ മോഹനേട്ടന്റെ വിലാസത്തിൽ അയക്കുന്ന ഒരു സാധനം എനിക്ക് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിലോ? നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ ഈ വീട്ടിലേക്ക് വേറെ ആരും എന്ത് അയക്കാനാ? കാലം വരാത്ത കാല. നമ്മൾ പല കാര്യങ്ങളും പേടിക്കണം. എന്തോന്ന്? എന്റെയോ നിന്റെയോ ശത്രുക്കൾ വല്ല ബോംബോ അല്ല അയച്ചാണെങ്കിലോ? ബോംബോ? അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. വിരോധമുള്ളവരുടെ വിലാസത്തിൽ ബോംബ് അയക്കുക. അവര് പാഴ്സൽ തുറക്കുക, ബം എന്ന് പൊട്ടിത്തെറിക്കും. മോഹനേട്ടൻ എന്തൊക്കെയാ പറയണത്? ഇതിനകത്ത് ഒരു ബോംബും ഇല്ല. തുറക്കട്ടെ. ഈശ്വര, ഇപ്പോട്ടായിരുന്നോ?
ഇതൊരു കടലാസ്. കടലാസ് ബോംബൊന്നുമില്ലല്ലോ. ഇതെന്തൊന്നും മോനോട്ടാ? നാളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാകട്ടെ. വിജയാശംസകൾ. സ്നേഹപൂർവം ഞാൻ. വിജയാശംസകൾ സ്നേഹപൂർവം ഞാൻ. എന്താണർത്ഥം? അയ്യോ, ഇതാരാ? ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ചേടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നാളെ എന്താ മോനോട്ടാ പ്രത്യേകത? എന്തായാലും സാരല്ല, ഞാൻ വെറുതെ പേടിച്ചുപോയി. ഞാൻ വെറുതെ ഒരു ഫോൺ സ്വപ്നം കാണുകയും ചെയ്തു. നാളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാകട്ടെ. വിജയാശംസകൾ. സ്നേഹപൂർവം ഞാൻ. ഈ കത്ത് ആരെഴുതിയതാണ് എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു ആശംസ അയക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ കാണും. ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ല് പിന്നിടാൻ തയ്യാറെടുക്കുന്ന ഈ ദമ്പതികൾക്ക് ആശംസകൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.